ഹലോ മുത്തുമണീസ്, വെക്കേഷനായിട്ട് സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തൊടിയും അതുപോലെ കൃഷിയൊക്കെ കാണിച്ചെന്നില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ കൃഷി സ്ഥലത്തിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് അതൊക്കെ. ഇതിങ്ങനെ നന്നായി പിടിച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക. ഇപ്പം ആദ്യം എന്താ സോയബ കാണിച്ചു തരുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അതന്നെ കറക്റ്റ്. യെല്ലോ കളർ പപ്പായ കാണിച്ചു തരാം. ഇവിടെ അതിന് ഓമക്കായി എന്നാ പറയാ. യെല്ലോ കളർ, ഇവിടെ ഗ്രീൻ കളറുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ. ബട്ട് ആദ്യമൊന്നും ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല, ഈ കാട് പിടിച്ച പോലെ ആയിരുന്നില്ല. ആദ്യമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഭാഗത്തും തൊട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വേർതിരിക്കുന്നത്, നെല്ല് വേർതിരിക്കുന്നത്. കച്ചക്കളം എന്നാണ് അതിന് പറയുക. ഇപ്പം മെഷീൻസ് ആയപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലാതായി. അപ്പോൾ ഇപ്പം ഈ കോലത്തൊക്കെയാണ് അവിടെ കിടക്കുന്നത്. ആദ്യം നല്ല വൃത്തിക്ക് സൂക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. കാണാൻ നല്ല രസമൊക്കെ ആയിരുന്നു. ഷെഡൊക്കെ ഉണ്ടാവും. കണ്ടോ ഗായ്സ്, എന്ത് രസമാണെങ്കിലേ കാണാൻ. സൂര്യസ്തമയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ട് ഇവിടെ കാണാം. ഇതിനെന്താ പറയാ? കടായി. നമ്മൾ ചാടാണ് ഗൈസ്. സോയബ ചാടുന്ന കാണിച്ചു തരാം. ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. വാപ്പത് അവിടെ വളം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൃഷിയുടെ തൊട്ടായിട്ട് തന്നെ ഒരു തോട് പോകുന്നുണ്ട്. നല്ല വെള്ളമൊക്കെ ഉള്ളൊരു തോടാണ്. അപ്പോൾ അവിടെ പോയി പിള്ളേർ കളിക്കാനൊക്കെ വിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുള്ള നല്ല തണുപ്പുള്ള വെള്ളമാണ്. ആ കാറ്റൊക്കെ ആകുമ്പോൾ നല്ല സുഖമാണ്. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. തോട്ടി ചാടിയതാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടോ, അവിടെ അവിടെയൊക്കെ ലൈറ്റൊക്കെ കാണാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം പല ജീവികളും പുറത്തിറങ്ങുന്ന സമയമാണ്. പന്നി, പാമ്പ്, അതെ ഇവിടെ ജന്തുക്കളും ചിലപ്പോൾ പന്നി ഇറങ്ങും ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ. അപ്പോൾ കുറച്ച് ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.